اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തുറന്നു പോകുന്ന ജീവിതത്തെ കുറച്ചുകൂടി നന്നാക്കിയെടുക്കാൻ ശ്രമിക്കണം എന്നെന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. വൈവാഹിക ജീവിതത്തിന്റെ ചില വശങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു പോരുകയാണ്. അതിൽ എങ്ങനെയാവണം ഒരു ഭാര്യ, എങ്ങനെയായിക്കൂടാ അവൾ എന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇനി അതിനൊരു മറുവശവുമാണ്, എങ്ങനെ ആവണം ഒരു ഭർത്താവ്, എങ്ങനെ ആയിക്കൂടാ ഒരു ഭർത്താവ്. ഈ വിഷയങ്ങളൊക്കെയും പരിമിതമായ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. ചില സൂചനകൾ മാത്രം നൽകുക, അതുപോലെ തന്നെ പൂർത്തിയാവാത്ത വിഷയമായി നൽകും, ബാക്കി നമ്മൾ പഠിക്കുകയും ചെയ്യുക. ഈ കേട്ട ആയത്ത് ഏറെക്കുറെ എല്ലാവരും കൈകാട്ട് പിടിക്കുകയും ആശയം ഉൾക്കൊള്ളുകയും ചെയ്തതാണ്. മനുഷ്യന്റെ മനസ്സിന്റെ വേദനകളും വിഷമങ്ങളും ഒക്കെ ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഇറക്കിക്കളഞ്ഞു അവിടെ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും സുഖവും സൗഖ്യവും സന്തോഷവും നിറക്കുക എന്നതാണ് ഇണകൾക്ക് പരസ്പരം നിർവഹിക്കാനുള്ള ദൗത്യം. അതിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകൾക്കിടയിൽ വജഅല ബൈനകും മവദ്ദത്തും വറഹ്മ, മവദ്ദത്തും റഹ്മത്തും അല്ലാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നു. എന്നിട്ടും വിവാഹ ജീവിതത്തിന്റെ നാളുകൾ ഇങ്ങനെ പിന്നിടുന്തോറും പലരും ഇത് ശരിയല്ല, സൗഖ്യവും സന്തോഷവും എന്നല്ല ലഭിക്കുന്നത്, മറിച്ചാണെന്ന് പരാതിപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ മറുഭാഗം ചർച്ച ചെയ്ത പോലെ വൈവാഹിക രംഗത്ത് ഏറ്റവും മുന്തിയ റോളെടുക്കേണ്ട ഭർത്താക്കന്മാരുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പഠിക്കാതെ പോകരുത്. ഒന്ന്, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിലെടുക്കുന്ന ഒരു ശക്തമായ ഉടമ്പടി, മീസാഖുൽ വലിയും, കടുത്ത ഉടമ്പടി. വിശുദ്ധ ഖുർആൻ അതിനെ പ്രയോഗിച്ച പദമാണ് വകൈഫ തഖൂലഹു, നിങ്ങൾ എങ്ങനെയാണ് അവരിൽ നിന്ന് തിരിച്ചു വാങ്ങുക. വഖദ് അഫ്ളാ ബഅദുകും ഇലാ ബഅദിൻ, നിങ്ങൾ പരസ്പരം ഇങ്ങനെ ഇഴുകിച്ചേർന്നു പോയി, പരസ്പരം ഇങ്ങനെ ലയിച്ചു ചേർന്ന ഒരു അവസ്ഥയിലായിരുന്നല്ലോ. വഅഖദന മിൻകും മീസാഖൻ ഗലീദ, ഒരു ബലിഷ്ഠമായ അതിശക്തമായ ഒരു കരാർ നിങ്ങൾക്കിടയിൽ രൂപപ്പെടുകയും ചെയ്തിരുന്നു, നിങ്ങൾ അവരിൽ നിന്ന് സ്വീകരിച്ചിരുന്നു. ആ കുട്ടിയുടെ പിതാവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു എന്ന ഈ രണ്ട് പദങ്ങളിലൂടെ, ഒരു ചെറിയ സെന്റൻസിലൂടെ ഒരു വലിയ സമൂഹത്തെ സാക്ഷി നിർത്തിയിട്ട് നമ്മൾ ഏറ്റെടുത്തത് ആ കരാറിന്റെ ഫലം ഓർക്കണം. ഇമാം ഖതാദ റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിലെ ഈ ഒറ്റ പദം മീസാഖുൽ ഗലീദിനെ വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഒന്നുകിൽ ഭാര്യയായി കൂടെ കൊണ്ടു നടക്കുമ്പോൾ നിലനിർത്തുമ്പോ ഏറ്റവും നല്ല സഹവർത്തിത്വത്തോടു കൂടി അവളോട് പെരുമാറും. അതല്ല, പിരിയേണ്ടി വന്നാൽ ഏറ്റവും നല്ല രൂപത്തിൽ ഇഹ്സാനോടുകൂടി പ്രയാസപ്പെടുത്താതെ തിരിച്ചയക്കുകയും ചെയ്യും. അഥവാ
ഇംസാകും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. കൂടെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ, കൂടെ മുമ്പോട്ട് പോകുന്ന സന്ദർഭത്തിൽ വളരെ മാന്യമായ ഇടപെടലുകളോടെ തന്നെ പോകണം. അങ്ങനെ അഥവാ ഒരു വേളയിൽ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത പശ്ചാത്തലം വന്നാൽ ഇസ്ലാം അനുവദിക്കുന്ന മാർഗം സ്വീകരിക്കുമ്പോൾ വളരെ മാന്യമായി അത് ചെയ്യുകയും വേണം എന്നാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തഖ്വയുള്ള ആളുകളാണ്. വൈവാഹിക രംഗത്തേക്ക് മക്കൾക്ക് വേണ്ടി വരന്മാരെ സെലക്ട് ചെയ്യുന്ന പിതാക്കൾ മനസ്സിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ചില പോയിന്റുകളിൽ പരാജയപ്പെട്ടു പോകുന്നതാണ് ആ കുട്ടികൾ, പെൺകുട്ടികൾ പിന്നീട് ജീവിതാന്ത്യം വരെ കണ്ണീര് കുടിക്കാൻ കാരണമാകുന്നത് എന്നത് നിഷേധിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നോക്കുന്നത് മറ്റു പലതുമാണ്. മറന്നു പോകുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ്. നിക്കാഹിന്റെ ഖുതുബകളിൽ സ്ഥിരമായി കേൾക്കുന്ന ഈ ഹദീസ് സുപരിചിതമാണ് എല്ലാവർക്കും. ആശയം പക്ഷേ രക്ഷിതാക്കളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. ആൺകുട്ടികളുടെ വിഷയത്തിൽ പലപ്പോഴും വിവാഹത്തിന് സമയമെടുക്കുകയും നന്നായി കൂടിയാലോചിക്കുകയും അവര് അവധാനത കാണിക്കുകയും ചെയ്യുന്ന മാതാവും പിതാവും പെൺകുട്ടികളുടെ വിഷയത്തിൽ അത് ചെയ്യുന്നില്ല എന്നതൊരു കുറ്റം തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഇവിടെ ഇറക്കി വിടണം എന്ന ഒരു ധൃതി ആരുണ്ടാക്കിയതാണെന്ന് അറിയില്ല. അവധാനതപൂർവ്വ ആ വിഷയത്തിൽ നല്ലപോലെ വന്നുപോകുന്നു എന്നതാണ് ശരി. ഈ ഹദീസിൽ പ്രവാചകൻ വെച്ച നിർദ്ദേശം ഇലൈക്കും, നിങ്ങളിലേക്ക് വിവാഹ പ്രപ്പോസലുമായി വന്നാൽ പിതാവിനോട് നിന്റെ അടുത്തേക്ക് എന്നല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. പിതാവ്, അദ്ദേഹത്തിന്റെ കുടുംബക്കാരായ കുറെ ആളുകൾ, ആ രക്ഷിതാക്കളുടെ ഒരു വലയമുണ്ടാകും. ആ വലയത്തോടാണ് കൽപ്പന. നിങ്ങൾ അടുത്തേക്ക് ഒരു പ്രപ്പോസൽ വരുന്നു, ഒരു ചെറുക്കന്റെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം, തൃപ്തിപ്പെടണം. അയാളുടെ ഹുലുക്കും അയാളുടെ ദീനും, ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പോരാ, തൃപ്തിപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ മകളെ, നിങ്ങളുടെ സംരക്ഷണയിലെ ഈ പെൺകുട്ടിയെ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. മതം ദീനുള്ളവൻ എന്നല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. ദീൻ ഉള്ള പല ചെറുപ്പക്കാരായ ആളുകളും അതിനനുസരിച്ചുള്ള ഹുലുക്ക് ഇല്ലാത്തവരാണ്. ഒന്നുകിൽ ദീൻ കൃത്യമായി അപ്ലൈ ചെയ്യാത്തവർ, അല്ലെങ്കിൽ ദീനിന്റെ വിഷയത്തിൽ മതാന്ധത ബാധിച്ചവർ, ഒഴിവ് കാണിക്കുന്നവർ. രണ്ടും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. നമ്മൾ ഈ റോഡിലേക്ക് പോയാൽ നമ്മുടെ ഭാര്യമാർക്ക് പ്രശ്നമാണ്. മതത്തെ വല്ലാത്തൊരു ഒഴിവിലേക്ക് കൊണ്ടുപോകുന്ന ചില ചെറുപ്പക്കാരുണ്ട്. ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടി കണ്ണീര് പിടിക്കാൻ മറ്റൊന്നും ആവശ്യമില്ല. അത് ഈ സംസാരത്തിനിടയിൽ വരുന്നുണ്ട്, നമുക്ക് അവിടെ പറയാം. അതങ്ങനെ ഉള്ള ഒരു കുട്ടിയുടെ ഒരു പെൺകുട്ടി നമ്മുടെ മകളാണെന്ന് വിചാരിക്കുക, സന്തുഷ്ടയാകുമോ? ആകുകയില്ല എന്നാണ് ഉത്തരമെങ്കിൽ ഈ സ്വഭാവമുള്ള ഭർത്താക്കന്മാർ ഈ ഒരു സംഗതി പഠിക്കണം. മതവും ആദ്യം പറഞ്ഞ ഹുലുക്ക്. എന്താണ് ഈ ഹുലുക്ക് എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ഹുലുക്ക്? അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? മതവും അതും രണ്ടാണോ? മതമുള്ള മുഴുവൻ ആളുകൾക്കും അഖ്ലാഖ് നല്ലതല്ല. ഞാൻ സൽസ്വഭാവിയാണ് എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലാവുക? നിങ്ങളോടുള്ള പെരുമാറ്റത്തിൽ, എന്റെ വീട്ടിൽ എന്റെ ഭാര്യയോടും മക്കളോടുള്ള പെരുമാറ്റത്തിൽ, എന്റെ അയൽവാസികളോടുള്ള പെരുമാറ്റത്തിൽ, ഞാൻ ഇടപഴകുന്ന ആളുകളോട് ഞാൻ പെരുമാറുന്ന രൂപത്തിലാണ്, പെരുമാറുന്ന പെരുമാറ്റത്തിന്റെ സൗന്ദര്യത്തിൽ നിന്നും സൗകുമാര്യത്തിൽ നിന്നും അതിന്റെ ആ നല്ല അവസ്ഥയിൽ നിന്നുമല്ലേ സൽസ്വഭാവം അടക്കേണ്ടത്? അത് തന്നെയാണ് അടക്കേണ്ടത്. മതമുണ്ടാക്കിയെടുക്കുന്നതാണ് അതിന്റെ നല്ല രൂപം. മതമില്ലാത്തവർക്ക് അത് പൂർത്തിയാക്കാൻ കഴിയില്ല. പക്ഷേ മതമുള്ള ആളുകൾക്ക് തന്നെ അഖ്ലാഖിന്റെ പൂർത്തീകരണം ലഭിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. എന്ന് പ്രവാചകൻ പറഞ്ഞത് അതുകൊണ്ടാണ്. എന്ന് പറയാൻ കാരണം അതാണ്. മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തോന്നുന്നത് ഈ സൽസ്വഭാവത്തിനാണ് എന്ന് പറയുമ്പോ ഈ പെരുമാറ്റ മര്യാദകൾ എന്ന് പറയുന്ന ഒരു സാധനത്തിന് വലിയ വിലയുണ്ട്. ആണുങ്ങൾ ഈ പെരുമാറ്റ മര്യാദയിൽ സുന്ദരന്മാരല്ലെങ്കിൽ
പെട്ടു ആ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടി. അതുകൊണ്ട് ആദ്യം അതിനെന്ത് വേണമെന്ന് പറയോ, ഈ ഈമാൻ, ആദർശം എന്നൊക്കെ പറയുന്ന സംഗതികൾ ഉണ്ടാവണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഈ ഉമ്മു സലീമിന്റെ കഥ പറയുന്ന ചരിത്രത്തിൽ അബൂതൽഹ വിവാഹം അന്വേഷിച്ചു. അബൂതൽഹ വിവാഹം അന്വേഷിക്കുമ്പോ ഉമ്മു സലീമിന്റെ ആദ്യ ഭർത്താവ് മരിച്ചപ്പോ പ്രപ്പോസൽ വെച്ചു. ധനാഢ്യനാണ്, സ്വർണവും വെള്ളിയും ഒക്കെ ഉണ്ട് എമ്പോൾ ഉമ്മു സലീം പറഞ്ഞു, എനിക്ക് വേണ്ടത് അതല്ല, എനിക്ക് വേണ്ട അതല്ല. നിന്നെ പോലെ ഒരാൾ ഒരു പ്രപ്പോസൽ വെച്ചാൽ തിരിച്ചയക്കാൻ പാടില്ലാത്തതാണ്, എനിക്കറിയാം. നീ ദീനില്ലാത്തയാളാണ്, മതമില്ലാത്തയാളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളാത്ത മനുഷ്യനാണ്, കാഫറാണ്. അതുകൊണ്ട് നിന്നെ കല്യാണം കഴിക്കാൻ ഒരു മുസ്ലിമത്തായി എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് മുസ്ലിമായി വാ. അത് ഇസ്ലാം, നീ മുസ്ലിമായി വന്നാൽ ഓക്കെ, ഞാൻ റെഡി. അത് മാത്രം മതി, മറ്റൊരു മഹറും വേണ്ട. ലോകത്തെ ഏറ്റവും സുന്ദരമായ മഹർ കൊടുത്ത മഹദി ഈ ഉമ്മു സലീമാണ്. പെൺകുട്ടികളും പെൺകുട്ടികളുടെ രക്ഷിതാക്കളായ ആളുകളും ഒരു നല്ല ഭർത്താവിനെയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇവിടെ വാശി പിടിക്കണം, എന്നാൽ ബാക്കിയൊക്കെ നന്നാവും. ഇനി ഭർത്താക്കന്മാരായ നമ്മൾ ഇഷ്ടമുള്ള ഒരു ആയത്തുണ്ട്, ആയത്തിന്റെ ആദ്യ ഭാഗം വായിച്ച് നമ്മൾ നിർത്തും. പിന്നോട്ട് വായിക്കുമ്പോ കുറച്ച് ബാധ്യതകൾ കൂടി വരും. ഈ ആയത്താണ് വിമർശിക്കപ്പെടുന്നത്. ഇസ്ലാമിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടിമകളാണ്, പുരുഷന്റെ കീഴിൽ ജീവിക്കേണ്ടവരാണ്. രണ്ട് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അള്ളാഹു നൽകിയ ഫضലാണ്. രണ്ട്, നിങ്ങളാണ് അവൾക്ക് ചെലവ് കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി എന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശം. ഒരുപാട് നിയമങ്ങളാണ് ഈ ഒരൊറ്റ ആയത്ത് ഭർത്താക്കന്മാർക്ക് നൽകിയത്. ഒരു നിയമം മാത്രമേ പെണ്ണിനുള്ളൂ, ഭർത്താവിന്റെ കീഴിൽ അനുസരണയോടെ കൂടി ജീവിക്കണം എന്ന് മാത്രം. നമ്മൾ പിന്നെ അധ്വാനിക്കണം, കാശുണ്ടാക്കണം, ഇവരെ പുലർത്തണം, കുടുംബം പുലർത്തണം, അവർക്ക് വേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കണം. അങ്ങനെ തുടങ്ങി നീണ്ട പട്ടിക പോകുന്നു. ദാമ്പത്യ ജീവിതം സൗഭാഗ്യത്തോടുകൂടി മുമ്പോട്ട് പോകാൻ സഹായിക്കുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ് സൗമ്യതയോടെയാണെങ്കിലും ഭർത്താവ് ഭാര്യയ്ക്ക് മേലുള്ള നിയന്ത്രണാധികാരം നിലനിർത്തുക എന്നത്. ഇവിടെ തോറ്റുപോകുന്ന ഭർത്താക്കന്മാർ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. ഇവിടെ തോറ്റുപോകരുത്. ഭാര്യയ്ക്ക് മേൽ നിയന്ത്രണാധികാരം ഉണ്ടാവണം, സൗമ്യതയോടാണെങ്കിലും സൗമ്യതയോടാണ്. അതിന് പറ്റുന്ന ഒരു പേഴ്സണാലിറ്റിയിലേക്ക് ഭർത്താക്കന്മാർ ഉയരണം. ഇസ്ലാമിന്റെ നിർദ്ദേശമാണത്. അതിന് പറ്റുന്ന ഒരു ചാഞ്ഞ മരമാകരുത് ഒരിക്കലും ഭർത്താവ്. ചാഞ്ഞ മരമാകരുത്, നിവർന്നു നിൽക്കുന്ന മരം തന്നെയാണ്. ഭർത്താക്കന്മാർ എവിടെ ചാഞ്ഞു പോകുന്നുവോ അത്തരം കുടുംബങ്ങളിലെ കലഹങ്ങൾ നിങ്ങൾ പുറമേക്ക് കേൾക്കുന്നില്ലേ? ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പശ്ചാത്തലം ഇതൊക്കെയും ദീനിന്റെ നിയമമാണ്. നമ്മൾ അധ്വാനിക്കണം, നമ്മൾ കുടുംബം പോറ്റണം, ഒക്കെ ചെയ്യണം. നമ്മൾ എന്താ പറയാ, അതിന്റെ അമരത്ത് തന്നെ ഉണ്ടാകും. അങ്ങനെയുള്ള അധ്വാനത്തിന് ഉള്ള വിലയാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കേട്ടത്. യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന സഹാബത്തിന്റെ അടുത്തുകൂടെ ഒരു മനുഷ്യൻ കടന്നു പോയപ്പം പറഞ്ഞ് ആവർത്തിക്കുന്നില്ല. റസൂലുള്ളാഹി പറഞ്ഞു, കുടുംബത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നതിനിടയിൽ ആ സംരക്ഷണത്തിന്റെ നടുവിൽ ഇയാൾ മരിച്ചു പോയാൽ അയാൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന്. ആ വഴിയിലുള്ള ഓരോ വിയർപ്പ് തുള്ളിക്കും, ഓരോ അധ്വാനത്തിനും, ഓരോ കാൽവെപ്പിനും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പുണ്യമാണ് നൽകുന്നത്. ഒരാൾ വിവാഹം കഴിക്കുന്നതോടുകൂടി അയാൾക്ക് ആഖിറത്തിൽ ഉത്തരം പറയേണ്ട 2/3 വലിയ ഏരിയ അയാൾക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്നു എന്നത് മറക്കാതിരിക്കുക. ഒരുപാട് അധ്വാനിക്കേണ്ട സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് എന്നത് മറക്കാതിരിക്കണം. ഭർത്താക്കന്മാരായ ആളുകൾ, നമുക്ക് മാത്രമല്ല അവകാശങ്ങൾ, നമുക്ക് മാത്രമല്ല ബാധ്യതകളുണ്ട് സ്ത്രീകൾക്ക് നമ്മളോട്. പക്ഷേ
അതുപോലെ തന്നെ അവർക്ക് ലഭിക്കേണ്ട ഒരുപാട് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാവുക തന്നെ വേണം. ഈ അവകാശങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന അവകാശങ്ങൾ നമ്മൾ തിരിച്ചു പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മളൊരു മഹറയിലൂടെ ആ പെൺകുട്ടിയെ ഹലാലാക്കിയെടുക്കുമ്പോ എന്താണ് ഹലാലായത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. വിശദീകരിക്കുന്നില്ല. എന്തിനാണ് വിവാഹം എന്ന് അത് പറഞ്ഞിട്ടുണ്ട്. പാതിവൃത്യം കാത്തു സൂക്ഷിക്കുവാൻ ഒരു ഭർത്താവിനും ഒരു ഭാര്യയ്ക്കും ആവണമെങ്കിൽ പാതിവൃത്യം കാത്തു സൂക്ഷിക്കുവാൻ ആവശ്യമായ രൂപത്തിലുള്ള ശാരീരികമായ അത്തരത്തിലുള്ള പരിഹാരം വിവാഹത്തിലൂടെ അതിശക്തമായി നടക്കുക തന്നെ വേണം എന്ന് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു കേസ് പറഞ്ഞു. ഒരു പരാതിയുണ്ട്. ഒരു പരാതിയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മതാന്തത ബാധിച്ച ആളുകളുടെ അഖ്ലാഖിൽ പറ്റുന്ന പിഴവ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർക്കുന്നുണ്ട്. കേട്ടു നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, അബ്ദുല്ലാഹ് അലം ഉഖ്ബിർ അന്നക തസൂമുൻ നഹാർ വതഖൂമുൽ ലൈൽ. ഒരു കേസ് ഉണ്ട് താങ്കൾക്കെതിരെ. പകലൊക്കെ നോമ്പും രാത്രിയൊക്കെ നമസ്കാരമാണെന്ന് കേട്ടു. ഇത് മതാന്തതയാണ്. അങ്ങനെ കേട്ടു. കേട്ടത് ശരിയാണ്. പാടില്ല. എങ്ങനെ? നോമ്പെടുത്തോളൂ. നോമ്പില്ലാത്ത ദിനങ്ങളും ഉണ്ടാവും. നമസ്കരിച്ചോളൂ. വനം ഉറങ്ങുകയും വേണം. നിന്റെ ശരീരത്തിന് നീ നിർവഹിച്ചു കൊടുക്കേണ്ട ചില ബാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നിന്റെ കണ്ണിനുണ്ട്, കാതുന്നുണ്ട്, എല്ലാ അവയവങ്ങൾക്കുമുണ്ട്. ഒപ്പം നിന്റെ ഭാര്യക്ക് നിർബന്ധമായും നിന്നിൽ നിന്ന് കിട്ടേണ്ട ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ കണ്ണടച്ച് എന്ത് നമസ്കാരം? ആ അവകാശങ്ങളെ കണ്ണടച്ച് നിങ്ങൾ നോമ്പ് നിൽക്കുന്നത് സ്വീകാര്യമല്ല. ആ അവകാശങ്ങളെ കണ്ണടച്ച് ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞ് കൂടെ കഴിയുന്നതിൽ അർത്ഥമില്ല. സഗൗരവം അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താക്കന്മാരായ ആളുകളെ പഠിപ്പിച്ചു. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള അത്തരത്തിലുള്ള ഒരു ഭാവത്തെ വളർത്തിക്കൊണ്ടുവരികയും ചില ആളുകൾ ആ ഭാവം ശ്രദ്ധിക്കാറില്ല. അത് നെഗ്ലക്ട് ചെയ്യുന്ന അവസ്ഥ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വരുത്തും എന്ന് ആവർത്തിച്ചു പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പിൽ ജാബിർ റളിയല്ലാഹു തആല പള്ളിയിലേക്ക് കയറി വന്നു. എന്നിട്ട് പ്രവാചക തിരുമേനിയോട് ദാമ്പത്യ ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പറയാനാ പറയുന്നത്. കല്യാണം കഴിച്ചു ജാബിർ എന്ന് പ്രവാചകൻ തിരിച്ചു ചോദിച്ചു. പ്രവാചകൻ ചോദിച്ചു ഒരു ചോദ്യം, കന്യകയാണോ വിധവയാണോ? അദ്ദേഹം പറഞ്ഞു, സയ്യിബൻ, ഞാനൊരു വിധവയാണ് പ്രവാചകനെ കല്യാണം കഴിച്ചത്. പ്രവാചകൻ തിരിച്ചു ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ജാബിർ നീ ഒരു കന്യകയെ കല്യാണം കഴിക്കാതിരുന്നത്? നിനക്കൊരു കന്യകയെ കല്യാണം കഴിച്ചുകൂടായിരുന്നുവോ? ഇത് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അനുചരന്മാരെ. നിനക്ക് കഴിക്കാനും കഴിപ്പിക്കാനും കൊഞ്ചാനും കൊഞ്ചിക്കാനും പറ്റുന്ന ദാമ്പത്യ ജീവിതത്തിന്റെ മർമ്മം എന്താണെന്ന് ജാബിറിന് പ്രവാചക തിരുമേനി പറഞ്ഞു കൊടുക്കുന്നു. ബാക്കിയോട് അവഗണിക്കണമെന്നല്ല. ഭാര്യയുടെ ഈ അവകാശങ്ങൾ അവഗണിച്ചുകൂടാ. മറ്റൊന്ന്, ഭാര്യമാരായ ആളുകളെ അവസ്ഥകൾ തിരിച്ചറിയാൻ ഭർത്താക്കന്മാർക്ക് ആവണം. കുറ്റങ്ങളും കുറവുകളും പ്രയാസങ്ങളും ഉണ്ടാവും. ചില ആക്ടിവിറ്റീസ് ഒക്കെ തെറ്റിപ്പോകും. ചിലപ്പോ നമ്മൾ പിടിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകും. സ്വാഭാവികം. ഒരു വളഞ്ഞ വാരിയയിൽ നിന്നാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. ഒരു വളഞ്ഞ വാരിയയിൽ വളഞ്ഞത് തന്നെയായിരുന്നു ഹവ്വാബിയെ സൃഷ്ടിക്കുമ്പോൾ. പക്ഷേ ഒരു സ്വഭാവത്തിലെ ഈ വളവ് നിലനിൽക്കും ഏത് സ്ത്രീയും അതുകൊണ്ട് നിങ്ങൾ ആ വളവ് പെട്ടെന്ന് നിർത്താൻ ശ്രമിക്കേണ്ട, പൊട്ടിപ്പോകും.
ആ വളവ് അങ്ങനെ തന്നെ വെച്ചാൽ വളവ് കൂടുകയും ചെയ്യും. ഇത് രണ്ടും ഇങ്ങനെ മാനേജ് ചെയ്തു പോകാൻ പറ്റാവുന്ന അവസ്ഥ. നല്ലൊരു മാനേജർ ആവണം, നല്ലൊരു ഭർത്താവ്. അതാണ് ഈ പറഞ്ഞ എന്ന് പറയുന്ന നല്ല വിവേകം വേണം, നല്ല മാനേജിങ് കപ്പാസിറ്റി ഉണ്ടാവണം. ഇത് രണ്ടും ഉണ്ടാവണം. നിങ്ങളൊരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഭാര്യയിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഗുണങ്ങൾ എന്നൊരു ഭാഗത്ത് എഴുതുക. എന്നിട്ടൊരു വര വരച്ചിട്ട് അപ്പുറത്ത് ഇഷ്ടപ്പെടാത്ത ഗുണങ്ങൾ എന്നും എഴുതുക. എന്നെ സന്തോഷിപ്പിക്കുന്ന ഗുണങ്ങൾ, എന്നെ വേദനിപ്പിക്കുന്നത് എന്ന് എഴുതുമ്പോൾ ആ രണ്ടാമത്തെ കള്ളിയിൽ 2-3 വരി ഉണ്ടാവുള്ളൂ. ഇപ്പുറത്തെ കള്ളിയിൽ പേപ്പറിന്റെ താഴെ വരെ എത്തിയിട്ടുണ്ടാവൂലേ? അത് ഒരിക്കലും ആണുങ്ങൾ ഓർക്കാറില്ല. അങ്ങനെ നിങ്ങളുടെ ഈ വലതുഭാഗത്തെ വള്ളിയിലുള്ള സ്വഭാവത്തിലുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിങ്ങൾക്ക് പല ഗുണങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകാം. നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ദോഷമായി തോന്നിയേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, അതിന്റെ പേരിൽ ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനതൻ, നിങ്ങൾ ആ കാണുന്ന ന്യൂനതയുടെ പേരിൽ അവളെ വെറുക്കരുത്, ശകാരിക്കരുത്, ചൊറിയരുത്. ചിലതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ മറ്റു കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതില്ലേ? ഇല്ലാത്തൊരു വാക്കാണത്. സൈനബ ബീവിയുടെ വീട്ടിൽ നിന്ന് പ്രവാചകന്റെ ഭക്തി, സൈനബ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നിന്ന് പ്രവാചകന് ഇഷ്ടപ്പെട്ട ഒരു പലഹാരവുമായി ഭക്തൻ വരുന്നു. ഒരു മൺചട്ടിയിൽ, ഒരു പാത്രത്തിൽ. ആയിഷ റളിയല്ലാഹു തആല ഭക്തന്റെ കൈക്ക് ഒറ്റ അടി കൊടുത്ത് ആ പാത്രം തെറിപ്പിക്കുന്നു. അതെങ്ങനെ വീണുടഞ്ഞു പോയി. പ്രവാചകന്റെ മാനസികാവസ്ഥയിലേക്ക് ഒന്ന് നിൽക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഒരു വ്യക്തിന്റെ മുമ്പിൽ ഒരു ഭാര്യ വഷളാക്കിയത്, മാനം കെടുത്തിയത്, ഇഷ്ടത്തോടുകൂടി ഒരു കിട്ടിയ ഒരു സമ്മാനത്തെ തകർത്തെറിഞ്ഞത്, കാലിൽ മുട്ടിലിരുന്നു കൊണ്ട് ആ പാത്രത്തിന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ വാരി വലത് കൈ കൊണ്ടെടുത്ത് ഇടത് കൈയിലേക്ക് വെച്ചിട്ട് ആയിഷയുടെ മുഖത്ത് നോക്കി പ്രവാചകൻ ഒരു ചോദ്യം ചോദിച്ചു. ഭക്ഷണം എനിക്കുള്ളതായിരുന്നു ആയിഷ, ഈ പൊട്ടിയ പാത്രം പഴയ രൂപത്തിലാക്കി തിരിച്ചു കൊടുക്കാൻ ആയിഷക്കാവുമോ? പൊട്ടിയ മൺപാത്രം തിരിച്ചാക്കാൻ കഴിവുള്ള ആരാണ് ഭർത്താക്കന്മാരുടെ കൂട്ടത്തിലുള്ളത്, ഭാര്യമാരുടെ കൂട്ടത്തിലുള്ളത്? അങ്ങനെയൊക്കെ ആയിട്ടും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സിറ്റുവേഷൻ കവർ ചെയ്തു പോയത് എങ്ങനെയാണ്? അങ്ങേയറ്റത്തെ ഹിൽമോടുകൂടി, വിവേകത്തോടുകൂടി, മറ്റൊന്നും പറഞ്ഞില്ല. ഈ ഒരൊറ്റ ചോദ്യം മതി ആയിഷയുടെ മനസ്സിങ്ങനെ മരണം വരെ കടന്നിങ്ങനെ പെടക്കും. ഒന്നും പറഞ്ഞില്ല. ആ ഒന്നും പറയാതിരിക്കൽ വലിയ ശിക്ഷയല്ലേ? ഒരു വലിയ കലഹം ഒഴിവാക്കുവാനുണ്ടായ ഒരു നല്ല ഇടപെടലുമല്ലേ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരത്തെ പറഞ്ഞിരിക്കൽ ഭാര്യമാരാകും അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്ന ആയത്തിന്റെ എന്ന് കൂടി തഫ്സീർ എഴുതി വെച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. അവരിൽ നിന്നുണ്ടാകുന്ന എടങ്ങേറുകൾ സഹിക്കുക എന്നത്, അവരോട് നന്നായി പെരുമാറുക എന്ന പദത്തിന്റെ ആ ആയത്തിന്റെ തഫ്സീറിൽ വരുന്നു എന്ന്. അങ്ങനെ സഹിക്കേണ്ടി വരാത്ത ഒരാളും ഉണ്ടാവുകയില്ല. ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യണം എന്നറിയും? സമ്മാനങ്ങൾ നൽകണം, സ്നേഹം വർദ്ധിപ്പിക്കും. അത് വിശദീകരിക്കേണ്ടതില്ല. ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് സ്നേഹം ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിങ്ങനെ ഒരു അതിശക്തമായ അറക്കുള്ളിൽ ഭദ്രമായി താഴിട്ട് കൂട്ടിവെക്കും ചിലർ. ഞാനത് പ്രകടിപ്പിച്ചാൽ ഓളിന്റെ തലേ കയറില്ലേ എന്നായിരിക്കും സംശയം. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ അഹബ്ബ റജുൽ അർറജുല ഫല്യുഖ്ബിർ അന്നഹു അഹബ്ബഹു. നിങ്ങൾ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തണം, പറയണം അയാളോട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഭാര്യമാര് വിളിക്കാൻ മാത്രമുള്ള സ്വന്തം ഓമന പേര് ഭർത്താക്കന്മാർക്ക് ഉണ്ടാവണം എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്ന് ആയിഷ്, ഈ 2 പദങ്ങളാണ് ആയിഷ ബീവി വിളിക്കാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്നത്. പല ഭാര്യമാർക്കും അവരുടെ പേരിന്റെ
നമ്മൾ പേര് വിളിക്കുമ്പോൾ അവസാനത്തെ അക്ഷരം കേൾക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ കേൾക്കുമ്പോൾ കലി കയറുന്ന ഭാര്യമാരുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ സ്നേഹത്തോടു കൂടി വിളിക്കാൻ ഒരു സംഗതികൾ ഉണ്ടാവണം. അവർക്കുള്ള ഹോബീസ് നമ്മുടേത് കൂടിയാക്കി മാറ്റാനായിട്ട് ശ്രമിക്കണം. നല്ല എന്താ പറയാ ലിസണറായി അവരുടെ ഈ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. നമ്മൾ സംസാരിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി അവർക്ക് സംസാരിക്കേണ്ടതുണ്ട് എന്ന് ഡോക്ടേഴ്സ്, വിവരമുള്ളവർ, സൈക്കോളജിസ്റ്റുകൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ സംസാരിക്കുന്നതിന്റെ ഒരു 3 ഇരട്ടി അവർക്ക് സംസാരിക്കേണ്ടതുണ്ട് ഒരു ദിവസം. നമ്മൾ അങ്ങാടികളിലും യോഗങ്ങളിലും പീഡിക കോലായികളിലും മറ്റുള്ളവർക്കും യോഗങ്ങളിലും ഒക്കെ ഇങ്ങനെ പറവറാതെ സംസാരിച്ചിട്ടാണ് വീട്ടിലെത്തുന്നത്. അതിന്റെ 3 ഇരട്ടി ഇവൾ സംസാരിച്ചിട്ട് വേണം. അത് കേട്ടു നിൽക്കാൻ അവിടെ ആളില്ലെങ്കിൽ ഇവൾ ആരോട് പറയും? ഇപ്പൊ സംവിധാനങ്ങളുണ്ട് എന്ന് ഭർത്താക്കന്മാരെ നിങ്ങൾ പേടിക്കുക. അവരുടെ കയ്യിൽ സംവിധാനങ്ങളുണ്ട്, അത് ഉപയോഗിക്കണോ വേണ്ടേ എന്നൊന്ന് തീരുമാനിച്ചോളൂ. എന്നൊരു കവി, ഒരു അറബി കവി ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന അളവ് നിനക്കറിയില്ല. അതേ അളവിൽ നീയും എന്നോട് എന്നെ തിരിച്ചു സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹത്തിന്റെ കാഠിന്യം കൊണ്ട് ഭ്രാന്തായി പോകും നിനക്ക്. അതുകൊണ്ട് ഈ സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ ഇടതടവില്ലാതെ പറയണം. അതിൽ പിശുക്കൊന്നും കാണിക്കണ്ട. വീട്ടുകാര്യങ്ങളിൽ നന്നായി അവരെ സഹായിക്കണം. ഹദീസ് ഇങ്ങനെ ഓതിയാൽ പോരാ. അടുക്കളയിൽ വെച്ച് ആവശ്യപ്പെട്ടാൽ എന്ന ഹദീസ് ഉണ്ടല്ലോ, ഞാൻ ഓതുന്നില്ല. അത് ഓതിയാൽ പോരാ. അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ അടുക്കളയിലൊക്കെ ഉണ്ടാക്കണം. ഭാര്യയോട് കളിതമാശകളാവാം. പ്രവാചകൻ നിർദ്ദേശിച്ചു, മുസ്ലിമായ ആളുകളുടെ വിനോദങ്ങൾ അധികവും ശരിയല്ല, പാത്തിലാണ്. കളി തമാശകൾ. പക്ഷേ ആ കളി തമാശകളിൽ ഇല്ലാ റമ്യഹു ബിഖൗസിഹി വതഹദീബഹു ഫറസഹു വമലാഅബതുഹു അഹ്ലഹു. 3 കാര്യങ്ങൾ. വില്ല് കൊണ്ടുള്ള തന്റെ അമ്പേർ, അന്നത്തെ കാലഘട്ടത്തിൽ പഠിപ്പിച്ചു കൊടുക്കുക. കുതിരയെ അഭ്യസിപ്പിക്കൽ, ഇതൊക്കെ ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ. ഭാര്യയോടുള്ള കളിതമാശകളും ഇത് 3 നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്ന് കളിതമാശകൾ പ്രവാചകന്റേതാണ് ഈ നിർദ്ദേശം. നമ്മൾ വേറെ കിതാബുകൾ പോയിട്ട് വായിക്കേണ്ടതില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹു പ്രവാചകനും കൂടിയുള്ള യാത്രയിലാണ് പ്രവാചകൻ സഹാബത്തിനോട് മുമ്പോട്ട് നടക്കി എന്നാവശ്യപ്പെടുന്നത്. എന്നിട്ട് ഇവർ മത്സരിച്ചോടുകയാണ്. ഒരു വട്ടമല്ല, പലവട്ടം. ഒരു വട്ടമല്ല. അങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് എന്തിനാ? ഭാര്യയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങണം. ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ അത് തിരിച്ചല്ലേ വേണ്ടത് എന്ന് ചോദിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭാര്യ നന്നായി വരണമെന്നും നല്ല ഡ്രസ്സിൽ നമ്മുടെ മുമ്പിൽ വരണമെന്നും പെർഫ്യൂം ഉണ്ടാവണമെന്നും എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ അത് അവൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഓർമ്മയുണ്ടാവാറില്ല. ഭാര്യയെ ഒരിക്കലും വെറുക്കരുത് എന്നതാണ് പിന്നെ സംഭവം. അബൂ ദർദാ റളിയല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഇദാ വളിത്തു ഫർളീനി, ഞാൻ നിന്നോട് ദേഷ്യം പിടിക്കുമ്പോ നീ എന്നെ തൃപ്തിപ്പെടണം, നീ കൂടെ ഒന്നും ദേഷ്യം പിടിക്കരുത്. നീ ചൂടാകുമ്പോ എനിക്ക് നിന്നോട് തൃപ്തി ഉണ്ടാവും. ഇവിടെ ഉള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് വികാരം അപ്പുറത്തുണ്ടാക്കുക. അങ്ങനെയല്ല നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ എത്ര വേഗത്തിലായിരിക്കും നമ്മൾ വേർപിരിഞ്ഞു പോവുക. അതുകൊണ്ട് ഇപ്പുറത്ത് അതേ വികാരം അപ്പുറത്തും കത്തി നിന്നാൽ രണ്ടും പൊട്ടിപ്പോവും. ഇപ്പുറത്തുള്ള വികാരം ഏതോ അത് ഇവിടെ ചൂടായി ഇങ്ങനെ ഓബിലാണ് നിൽക്കുന്നെങ്കിൽ അപ്പുറത്തെ ഹൃദയയിലേക്ക് പോകാൻ ഭർത്താക്കന്മാർക്ക് ആവണം. ഭാര്യമാർക്ക് കുറ്റങ്ങൾ ഉണ്ടാകുമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് ഒരു സഹാബി കയറി വരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്ത് കയറി വരുന്നത് എന്തിനാണെന്നറിയോ? ഭാര്യയിൽ നിന്നുണ്ടാകാവുന്ന ഈ പരാതികളും പ്രശ്നങ്ങളും എപ്പോഴും ഇങ്ങനെ ആടായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ആ അവസ്ഥയുടെ പരാതി പറയാനാണ്. ആർക്കിന്റെ നിമിത്തം പരാതി പറയാനാണ്. മുറ്റത്ത് നിന്ന് വീടിന്റെ അകത്തുള്ള ശബ്ദം ശ്രദ്ധിച്ചു ആ മനുഷ്യൻ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭാര്യ
തന്റെ ഭാര്യയെക്കാൾ രൂക്ഷമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ രാജ്യം ഭരിക്കുന്ന ഖലീഫയെ വഴക്കെടുത്തതാണ് കേൾക്കുന്നത്. അദ്ദേഹം തിരിച്ചു നടന്നുപോയി. ഈ രംഗം അകത്ത് നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ട് തിരിച്ചു വിളിച്ചു. എന്തോടോ തിരിച്ചു പോയത്? ഞാൻ വന്നത് ഇല്ലെന്നാണ് കേട്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞ വാക്കുകളുടെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്: സുഹൃത്തെ, അവർ നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു, നമ്മുടെ വസ്ത്രങ്ങൾ അലക്കുന്നു, നമ്മുടെ കുട്ടികളെ പ്രസവിച്ച് പൊലിയൂട്ടി വളർത്തുന്നു, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. അവരുടെ ചില പ്രശ്നങ്ങളും ആവലാതികളും പരിഭവങ്ങളും പിന്നെ എന്തുകൊണ്ട് നമുക്ക് കേട്ടുകൂടാ? എന്തുകൊണ്ട് കേട്ടുകൂടാ? നമ്മളോടല്ലാതെ മറ്റാരോടാണ് അവർക്ക് ഇതൊക്കെ പറയാനുള്ളത്? നമ്മളല്ലാതെ മറ്റാരാണോ ഇതൊക്കെ കേൾക്കാനുള്ളത്? അതുകൊണ്ട് ഭാര്യയുടെ കുറവുകൾ ചെയ്യാൻ പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ, നിങ്ങളൊരു നിർദ്ദേശം, യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ, ഇന്നത്തെ കാലഘട്ടമല്ല, ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് പുറപ്പെടുമ്പോ ഇവിടെ മെസ്സേജ് വന്നു, അതിന്റെ വീഡിയോയും വന്നു, എയർപോർട്ടിൽ എത്തുമ്പോ ഇവിടെ വീഡിയോ വന്നു. അതല്ല, പഴയ കാലത്ത് നിങ്ങൾ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോ ഒരു കാരണവശാലും വീട്ടിൽ രാത്രി ചെന്ന് വാതിൽ മുട്ടരുത്. തന്റെ കുടുംബത്തെ കുറിച്ച്, തന്റെ ഭാര്യയെ കുറിച്ച് തെറ്റായ എന്തെങ്കിലും വിവേചി ഉണ്ടാക്കി തീർക്കാൻ ആവശ്യമായ ഉതകുന്ന രൂപത്തിൽ എന്തെങ്കിലും കണ്ടേക്കാം എന്ന് കണ്ടുപോയാലോ എങ്ങനെയാ അബദ്ധം കഴിക്കുന്നത് എനിക്കറിയില്ല. പ്രവാചകൻ ഭയപ്പെടുന്നു. സംശയിക്കാവുന്ന പരുവത്തിലല്ല ആ ഒരു വ്യക്തിത്വം തീർത്തേണ്ടത്. ഊഹങ്ങളുടെ പേരിലല്ല അവൾക്ക് മാർക്കിടേണ്ടത്. അങ്ങനെ ഊഹിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ നല്ല രൂപത്തിൽ ഊഹിച്ച് രക്ഷപ്പെട്ടു പോകണം, ദാമ്പത്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നീ മതം പഠിപ്പിക്കുന്നു. അവരുടെ ഭാര്യമാരുടെ രഹസ്യങ്ങൾ ഒരിക്കലും പുറത്താക്കരുത്, ഒരിക്കലും പുറത്തു പറയരുത്. കൂടെ ജീവിക്കുകയും മനസ്സും ശരീരവും ഒക്കെ പങ്കുവെക്കുകയും ചെയ്യുന്ന ആളുകൾ പിന്നെ അത് അങ്ങാടിയിൽ ഒന്ന് പാട്ടാക്കിയാൽ, പാട്ടാക്കുന്നതിനെ കുറിച്ച് ഖിയാമത്ത് നാളിലെ ഏറ്റവും വലിയ അമാനത്തായി അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ രഹസ്യമാണ് എന്നത് ഭർത്താക്കന്മാർ ഓർക്കുക. വീട്ടിലല്ലാതെ ഭാര്യയോട് തെറ്റി നിൽക്കരുത്, കടങ്ങേണ്ടി വരും. സ്വാഭാവികം, നമ്മൾ മനുഷ്യരല്ലേ. കുറ്റപ്പെടുത്തുവാനില്ലതിൽ നാം എല്ലാം എത്രയായാലും മനുഷ്യരല്ലേ എന്നൊരു വരി ഭർത്താക്കന്മാർ കാണാതെ പഠിച്ചു വെക്കണം. അങ്ങനെ കുറ്റപ്പെടുത്താനും ശകാരിക്കാനും ഒക്കെ ഉണ്ടാവാം, അത് ബെഡ്റൂമിൽ മാത്രമേ ചെയ്യാവൂ. അവിടെ നിന്ന് വഹിച്ചു, എത്ര മനോഹരമായ പദപ്രയോഗം കൂടുതൽ. നിങ്ങൾ അവിടെ നിന്നാണ് വിട്ടുന്നത്, അവിടെ മാത്രമേ നിങ്ങൾ പിണങ്ങി മാറിപ്പോവാവൂ, മറ്റുള്ളിടത്തൊന്നും ആവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നല്ല ഭർത്താക്കന്മാരായി ജീവിക്കുവാൻ അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചു, ബാധ്യതകൾ എല്ലാവരോടും നന്നായി നിർവഹിച്ച് കുറച്ചുകൂടി നന്നായി ജീവിക്കാൻ ശ്രമിക്കണം എന്നെന്നെയും നിങ്ങളെയും ഒന്നുകൂടെ നോക്കുന്നു. ഇബാദുർ റഹ്മാന്റെ സിഫത്തിന്റെ പറഞ്ഞെടുത്തു. റബ്ബന വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ എന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, ഭാര്യ ഭർത്താവിന് വേണ്ടിയും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ഒക്കെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കണം. എന്റെ ഭാര്യ നന്നാവാൻ ഞാൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഭാര്യമാർ നന്നാവാൻ, നല്ല ശീലമുള്ളവരാവാൻ പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. മതവിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കണം. ഭാര്യയെ പഠിപ്പിക്കുക, മതമുള്ളവളാക്കുക, മതബോധമുള്ളവളാക്കുക എന്നുള്ളത് ഭർത്താവിന്റെ ജോലിയാണ്, ബാധ്യതയാണ്. വിചാരണക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ നിർത്തുമ്പോ ഭാര്യമാർ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് ഭർത്താക്കന്മാരോട് കലഹത്തിൽ ഏർപ്പെടുന്നു. എന്താണ്? നമ്മുടെ മുഖത്ത് നോക്കി നമ്മുടെ ഭാര്യ പറയും, ഇയാൾ എന്നെ യാതൊരു മര്യാദയും പഠിപ്പിച്ചില്ല,
യാതൊരു അറിവും പറഞ്ഞു തന്നില്ല എന്ന് പറയും. ഭക്ഷണം നന്നായി വാങ്ങി തന്നിരുന്നു, ഡ്രസ് നന്നായി വാങ്ങി തന്നിരുന്നു, വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മതപരമായ വിഷയങ്ങളിൽ അയാൾ എനിക്കൊന്നും പറഞ്ഞു തന്നില്ല. ഈ ഒരു അവസ്ഥ ഞാനും നിങ്ങളും നേരിടേണ്ടി വരുമെന്ന് ഓർമ്മയുള്ള എത്ര പേരുണ്ട്? എന്തൊക്കെ സംവിധാനങ്ങൾ നാട്ടിലുണ്ട്? ദീൻ പഠിക്കാൻ ആവശ്യമായ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്? ആഴ്ചയിൽ മതപരമായ വിഷയങ്ങളെ കുറിച്ചുള്ള ഇത്തരം ചർച്ചകൾ ഉണ്ടാവാനാണ് ജുമുഅ എന്നൊരു സംവിധാനത്തിൽ അള്ളാഹു നിയമമാക്കി വെച്ചത്. ഇതൊരു ഔദ്യോഗികമായി കുറെ ആളുകൾക്കുള്ള പണിയൊന്നുമല്ല. ദീനീപരമായി ആഴ്ചയിൽ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഇത്തരം ഉത്ബോധനങ്ങൾ ഈ ഇരിക്കുന്ന ആളുകളുടെ ഭാര്യമാർ കേൾക്കാറുണ്ടോ എന്ന് ഉറപ്പുവരുത്താറുണ്ടോ? ഇല്ല, നിർബന്ധമില്ലല്ലോ എന്ന ഒരൊറ്റ എന്താ പറയാ തോന്നറിൽ നമ്മളത് മറന്നുപോകും. എത്രയോ മതങ്ങളെ കുറിച്ച് പറയുന്ന നല്ല ക്ലാസുകൾ കേൾക്കാൻ കഴിയും. നമ്മൾ ആ വഴിക്ക് ചിന്തകൾ അവർ വായിപ്പിച്ചിട്ടുണ്ടോ? അവരുടെ ഇല്ല. അപ്പൊ പേടിക്കുക. വിചാരണക്ക് ഒന്ന് നിൽക്കുമ്പോ അവർ നമ്മളെതിൽ സംസാരിക്കും. ഉത്തരവാദി ഇയാളാണ് തമ്പുരാനെ, അതായിരിക്കും അള്ളാഹു സ്വീകരിക്കുക. അത്തരം ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാണ്. പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിക്കുവാനും ഉള്ള പള്ളികൾ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുവാനായി സാമ്പത്തികമായ ശേഷിയില്ലാത്ത കമ്മിറ്റികളെ സഹായിക്കുവാനുമാണ് കേരള ഹിദ്വത്തുൽ മുജാഹിദീൻ കേന്ദ്ര പള്ളി ഫണ്ട് എന്ന് പറയുന്ന ഒരു വലിയ ഫണ്ട് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ആ ഒരു ഫണ്ടിലേക്കാണ് നിങ്ങൾ സഹായം നൽകേണ്ടത്. അതിന്റെ ഗൗരവത്തിൽ കാണുകയും നന്നായി സഹായിക്കുകയും ചെയ്യാം എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നമ്മെ ഏൽപ്പിച്ച സകല ബാധ്യതകളും കൃത്യമായി നിർവഹിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വീട്ടിലും നാട്ടിലും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ അമാനത്തുകൾ കൃത്യമായി നിർവഹിക്കുന്ന നല്ല മുഅ്മിനുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും സ്ഥാനമെന്തെന്നും നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ദൗത്യമെന്തെന്നും അത് നിർവഹിക്കുന്നിടത്ത് വീഴ്ച വന്നു പോകുന്നുണ്ടോ എന്നും കൃത്യമായി പരിശോധിക്കുകയും പരിഹാരം ചെയ്യുകയും ചെയ്യുന്ന നല്ലവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ വിഷയം കൂടുതൽ പഠിക്കാനും അറിയാനും ഒക്കെയുള്ള ഉത്സാഹം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിഷമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി തരുമാറാവട്ടെ. സ്നേഹത്തോടെ ഒരുമയോടെ അങ്ങേയറ്റത്തെ സൗഭാഗ്യവാന്മാരായി മുമ്പോട്ട് പോകാൻ നമുക്കും നമ്മുടെ ഇടകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മിൽ മാനസികമായി ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നേരത്തെ മരണപ്പെട്ടു പോയവരും നമ്മയും പാപങ്ങളെല്ലാം പരിഹരിച്ച് അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിപ്പിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.